വെൽക്കം ടു ചിന്ത വീട്ടി ലൈഫ്സ്. നമ്മൾ ഇന്ന് പിസ്ത ഫ്ലേവേർഡ് മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ടൈഗർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു പിസ്ത എലാച്ചി മിക്സ് ആണ് നമ്മളിവിടെ അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഡിഫറെന്റ് ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗോൺ കത്തീര ഗുണങ്ങളൊക്കെ നമ്മൾ ചാനലിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഷേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കസ്കസ്, ഐസ് ക്യൂബ്സ്, ഗോൺ കത്തീര, പിന്നെ ഈ ഒരു മിക്സ്. ഈ ഒരു കപ്പ് അളവാകുമ്പോൾ നമുക്കൊരു 4 ഗ്ലാസ് സുഖമായിട്ട് കിട്ടും. അപ്പോൾ അതിനാവശ്യമുള്ള പാല് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ഈ ഒരു അളവിലുള്ള ഗോൺ കത്തീര ആവശ്യമാണ്. ഏകദേശം ഇത്രയും തന്നെ വേണ്ടി വരും. അത് മുഴുവനായിട്ട് നമ്മൾ ഗോൺ കത്തീര ഗുണങ്ങളൊക്കെ നേരത്തെ തന്നെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ഈ ഒരു രൂപത്തിലാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഫുൾ ഗോൺ കത്തീര ഇട്ടതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യുന്നത് പിസ്ത എലാച്ചി ആ ഒരു മിക്സാണ്. അതിൻ്റെ പല ഫ്ലേവേർഡ് ഉണ്ട്. ഞങ്ങൾക്ക് പിസ്ത ഫ്ലേവറാണ് ഇഷ്ടം. ഏട്ടൻ ചെറുപ്പം മുതലേ അത് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അമ്മ അതാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു 4 ഡ്രോപ്സ് അത്രയും മതിയാവും. അത്രയും കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നല്ല ഗ്രീൻ ഷെയ്ഡ് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് കസ്കസ് ആണ്. അതും ഏകദേശം ഈ ഒരു ബൗളിൽ ഹാഫോളം ആവശ്യമുണ്ട്. അതുകൂടി നമ്മൾ ഗോൺ കത്തീരയ്ക്കൊപ്പം ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ കസ്കസ് ആഡ് ചെയ്ത ശേഷം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം നമ്മളൊരു 4 പേരെ ഇവിടെ ഉള്ളൂ. അപ്പോൾ 4 പേർക്ക് ആവശ്യമുള്ള ജ്യൂസ് മതിയാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് പാല് അത് ഈ ഒരു കപ്പ് ഫുൾ ഒഴിക്കുമ്പോൾ നമുക്ക് 4 ഗ്ലാസ്സിനുള്ളതാവും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര പേരാണോ ഉള്ളത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പാൽ ഉപയോഗിക്കാം. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതായത് കുറച്ച് മധുരം ഉണ്ടെങ്കിലാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. മധുരം കുറച്ച് കുറവാണെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ മധുരം ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അല്ല എന്നുണ്ടെങ്കിൽ നല്ല മധുരത്തിൽ കുടിക്കുമ്പോഴാണ് ഇതിന് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ പിസ്ത ഇലാച്ചി മിക്സ് ഗോൺ കത്തീര ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിനെ ഏട്ടൻ ചെറുപ്പത്തിൽ പച്ച ജ്യൂസ് എന്നാണ് പറയുന്നത് നമ്മ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ പച്ച ജ്യൂസ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് സെറ്റ് ചെയ്തത് പോലും. അപ്പോൾ നമുക്ക് ഐസ് ക്യൂബ്സ് കൂടി ആഡ് ചെയ്ത് നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഷുഗർ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ ഇത്. അല്ലാതെ തന്നെ നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കര റീഫ്രഷ്മെന്റ് ആണ്. നമ്മളെ എങ്ങനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. ഗോൺ കത്തീരയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. അത് ഞാൻ ഓൾറെഡി മുമ്പ് നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇതെങ്ങനെയാണ് ഈ ഒരു ഫോമിലാക്കി എടുക്കേണ്ടതെന്നും വിശദമായിട്ട് അതിൽ തന്നെയുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെ ഏട്ടൻ്റെ പച്ച ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.